കേരളത്തിലേക്ക് മെസ്സിയും അർജന്റീന ടീമും എത്തുമ്പോൾ വലിയ ആവേശത്തിവർപ്പിലാണ് വയനാട്ടിലെയും ഫുട്ബോൾ ആരാധകർ. ഫുട്ബോൾ മിശിഹായെ കാണാനായി വയനാട് ചുണ്ടയിൽ ചേലോടുള്ള അർജന്റീന ആരാധകർ ബസ് പിടിച്ചങ്ങ് തിരുവനന്തപുരത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്. ദീപക് മോഹനുണ്ട്. ദീപക്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർ ഇതാ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് പോയി മെസ്സി ഒന്ന് കണ്ടുകളയാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വയനാട്ടിലെ ഫുട്ബോൾ ആവേശം ഇപ്പോൾ? വിനീത, മെസ്സി എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് വയനാടും. നേരത്തെ അതായത് ലോകകപ്പും യൂറോ കപ്പൊക്കെ നടക്കുന്ന സമയത്ത് അർജന്റീന ഫാൻസിന്റെ വലിയ ഒരു വിഭാഗം, ഒരു നിരവധി ആളുകൾ അർജന്റീന ഫാൻസ് ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലമാണ് ചുണ്ടേൽ. ഈ ചുണ്ടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മെസ്സിയും ഒപ്പം അർജന്റീന ടീമും എത്തുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെ സ്വീകരിക്കാൻ, വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ചുണ്ടയിലുള്ള ആരാധകർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മെസ്സിയുടെ പോസ്റ്ററൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു കുഞ്ഞു മെസ്സി നിൽക്കുന്നുണ്ട്. എന്താ പേര്? മെസ്സിയുടെ ഫാനാണോ? മെസ്സി വരുന്ന അറിഞ്ഞിരുന്നോ? കാണാൻ പോകുന്നുണ്ടോ? ഫാദറാണ്. അതെ, മെസ്സി വരുന്ന കാര്യം അറിഞ്ഞിരുന്നു? അതെ അറിഞ്ഞിരുന്നു. വളരെയധികം സന്തോഷം. ഞങ്ങൾ എല്ലാവരും മെസ്സി വരുന്ന കാണാനും മെസ്സിയെ കാണാനും പോയി കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ വളരെയധികം സന്തോഷം. ഇപ്പോൾ ചുണ്ടേൽ പോലുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് തോട്ടം മേഖലയാണ്. ഭയങ്കരമായിട്ട് ഫുട്ബോളിന് വലിയ ആരാധകരുള്ള ഒരു സ്ഥലമാണ്. മെസ്സി എത്തുന്നു, അതുപോലെ തന്നെ അർജന്റീന ടീം എത്തുന്നു. എന്താണ് ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മളെ ലോക ചാമ്പ്യനെ നമുക്ക് അടുത്ത് കാണാൻ ഉള്ളൊരു അവസരമാണ്. കാരണം ലോക ഫുട്ബോളിലുള്ള ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മെസ്സി, അർജന്റീന എന്ന ഫാൻസ് നേരിട്ട് മെസ്സിനെ കാണുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ അഭിനിവേശം തന്നെയാണ്. ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് സാധിക്കാൻ കഴിഞ്ഞാൽ വലിയ ചാരിതാർത്ഥ്യമാണ്. തിരുവനന്തപുരത്തേക്ക് കാണാൻ പോകുന്നുണ്ട്. കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്തേക്ക് പോകാൻ ബസ് പിടിച്ച് പോകാൻ നിങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി? തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് റിപ്പോർട്ടർ ചാനൽ ടിവിയോടും പിന്നെ കേരള സർക്കാരും സ്പോർട്സ് മിനിസ്റ്ററോടും നന്ദി പറയാനുണ്ട്. കാരണം ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടായിട്ട് അവരെ നന്നായി ട്രോളിയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമായിരിക്കാണ്. മെസ്സി വരുന്നുണ്ട്, നമ്മുടെ ഇഷ്ടപ്പെട്ട ടീം അർജന്റീന വരുന്നുണ്ട്. ആ കാണാൻ വേണ്ടി എന്ത് റിസ്ക് എടുത്ത് നമ്മൾ പോകും. ബസ് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് രഘുവണ്ണൻ, ഇവിടുത്തെ അർജന്റീന ഫാൻസിന്റെ പ്രധാനിയാണ്. ഇദ്ദേഹമാണ് എല്ലാ തവണയും ലോകകപ്പ് ആണെങ്കിലും യൂറോ കപ്പ് ആണെങ്കിലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരാള്. മെസ്സിയുടെ ഫാനാണ്. മറഡോണയുടെ ഫാനാണോ? അല്ല. മെസ്സി വരുമ്പോ എന്താ? മെസ്സി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു കാര്യമാണ് മെസ്സിനെ കാണുക എന്നുള്ളത് തന്നെ. പിന്നെ സ്പോർട്സിൽ നമ്മളെ മിഷിയ എന്ന് പറയുന്നത് നമ്മളെ മെസ്സി തന്നെയാണ്. കാരണം നമ്മൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇന്റർ മിയാമിന്റെ കളിയായാലും ഞങ്ങൾ ഇതുവരായിട്ട് ഒഴിവാക്കില്ല. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ കളിയും കൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും മെസ്സിനെ ഞങ്ങൾ ആരാധിക്കും. എന്താ പറയാ? മെസ്സി ഞങ്ങളുടെ ജീവനാണ്. മെസ്സി വരുമ്പോൾ കാണാൻ പോകും. പോകണം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തുക എല്ലാവരും. വിനീത, അത് തന്നെയാണ് ചുണ്ടേൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൽ തന്നെയാണ് മെസ്സിയുടെ വരവും ഒപ്പം അർജന്റീനൻ ടീമിന്റെ വരവും ഒക്കെ കാത്തിരിക്കുന്നത്. അലയടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.